ഫരീദാബാദിലെ ടാഗോർ നഗർ പള്ളിയിലെ കുർബാന തർക്കം ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. തക്കം പാർത്തിരുന്ന് ഭരണിക്കുളങ്ങര വെടിപൊട്ടിച്ചത് മാർ പാംപ്ലാനിക്ക് മാത്രം ഞെട്ടാൻ വേണ്ടിയാണ്. പാംപ്ലാനിക്ക് വേണ്ടി മാത്രം. പാംപ്ലാനിയെ എറണാകുളത്തിട്ട് ഒതുക്കുക എന്നതാണ് ഭരണിയുടെ ലക്ഷ്യം. സീറോ മലബാർ സഭയെ കൈയടക്കാൻ രണ്ട് പ്രതിലോമ ശക്തികളാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. രണ്ടുപേരും തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോൾ വിശ്വാസികൾക്ക് കാണേണ്ടി വരുന്നത്. ഭരണിക്കുളങ്ങരയും മാർ പാംപ്ലാനി. എറണാകുളത്തെ നേതൃത്വം പാംപ്ലാനി കൈയടക്കുമെന്ന അവസ്ഥയായപ്പോൾ പാംപ്ലാനിക്കുള്ളിൽ പണിയായിരുന്നു ഈ ടാഗോർ പള്ളി സംഭവം. എറണാകുളത്തെ പ്രശ്നങ്ങൾ തീർത്തു എന്ന് പാംപ്ലാനി നൽകിയ റിപ്പോർട്ട് അത് ടോർപിഡോ ചെയ്യാനാണ് ഇതേ ഭരണിക്കുളങ്ങര ചെയ്തത്. പാംപ്ലാനിയുടെ റിപ്പോർട്ട് സിനഡ് പഞ്ചപുച്ഛമടക്കി കേട്ടു. അതേ ആശയം അവർ റോമിനെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ പാംപ്ലാനി റോമിന്റെ മുന്നിൽ അജയ്യനായി നിൽക്കണ്ട എന്ന് മാർ ഭരണി എന്ന് തീരുമാനിച്ചു. പിന്നെ കണ്ടത് ഈ വെടിക്കെട്ടാണ്. രാഷ്ട്രീയ നീക്കങ്ങളിൽ നിപുണനായ ഭരണി ഇത്തരം പ്രവർത്തനങ്ങളിൽ പാംപ്ലാനിയേക്കാൾ മുന്നിലാണ്. പാംപ്ലാനി തന്റെ അനുചരന്മാർക്കായി കാത്തുവച്ച ഗൾഫ് അപ്പസ്തോലിക് വിസിറ്റർ സ്ഥാനം ഇരിച്ചവേറിയ തട്ടിയെടുത്ത് ജോളി വടക്കൻ എന്ന വിമതനെ പ്രതീക്ഷിച്ച തന്ത്രശാലിയാണ് ആര്? മാർ ഭരണിക്കുളങ്ങര. ആലഞ്ചേരി പിതാവിനെതിരെ, സിറിൽ ബാസിൽ പിതാവിനെതിരെ കടുത്ത നിലപാടെടുത്ത് സഭാ നേതൃത്വത്തെ എറണാകുളത്തിരുന്ന് പരസ്യമായി വെല്ലുവിളിച്ച ജോളി വടക്കൻ എന്ന പാതിരി ഇപ്പോൾ മാർ ആൻഡ്രൂസ് താഴ് പിതാവിനെതിരെ നിലപാടെടുത്ത് തന്റെ കൂറ് എറണാകുളം വിമത ക്യാമ്പിനൊപ്പം എന്ന് സാക്ഷ്യപ്പെടുത്തിയത് അടുത്ത വെടിപൊട്ടിയാണ്. മിണ്ടാൻമൂളികളും ഏറാൻമൂളികളുമായ മെത്രാന്മാർ സീറോ മലബാർ സഭയുടെ പൗരസ്ത്യ പാരമ്പര്യം നശിപ്പിക്കപ്പെടുന്ന കണ്ടിട്ടും മാർ പാംപ്ലാനിക്ക് വിധേയപ്പെട്ടു നിൽക്കുന്ന ആ കാഴ്ചയാണ് ഇപ്പോൾ വിശ്വാസികൾക്ക് കാണേണ്ടി വരുന്നത്. എന്തായാലും മാർ ഭരണിക്കുളങ്ങരയ്ക്ക് ഈ കാഴ്ച കാണേണ്ട യാതൊരു താല്പര്യവുമില്ല. അദ്ദേഹത്തിന് കാണേണ്ട ഈ കാഴ്ച പാംപ്ലാനിന്റെ മുന്നിൽ സിനഡ് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നത്. ഏറിയാൽ 1 മാസം അല്ലെങ്കിൽ 2 മാസം അതിനകം ഇതേ സിനഡ് തന്നെ മാർ ഭരണിക്കുളങ്ങരയുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. ഏകീകൃത കുർബാന പ്രശ്നം എറണാകുളം അതിരൂപതയിൽ, പ്രത്യേകിച്ച് എറണാകുളത്തെ ഇടവകളിൽ പറഞ്ഞു തീർത്തു, സമവായം ഉണ്ടാക്കി എടുത്തു എന്നൊക്കെ പറഞ്ഞാണ് പാംപ്ലാനി റോമിന് കത്തയച്ചത്. സിനഡിനെ അറിയിച്ചതും സിനഡ് മെത്രാന്മാരെടുത്ത് റോമിൽ അയച്ചതും. പക്ഷേ അതിനിട്ടൊരു ഉഗ്രം പണിയായിപ്പോയി ഇത് ഫരീദാബാദിൽ കുർബാന മുടക്കിക്കൊണ്ടുള്ള മാർ ഭരണിയുടെ ആ നീക്കം. അവിടെയും ജനാഭിമുഖം മതിയെന്ന് വിമത വിഭാഗത്തിലെ അജയ്യനായ നേതാവായ, അജയ്യനായ വൈദികനായ മാർ ഭരണി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പാംപ്ലാനിയുടെ ആ സമവായ നീക്കങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്നതിനും വലിയൊരു തെളിവ് തന്നെയാണ്.